ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം നമ്മൾ തുടരുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കുർബാനയെ അറിയുവാൻ, കുർബാനയെ സ്നേഹിക്കുവാൻ, കുർബാനയോട് ചേർത്ത് വെച്ച് ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുവാൻ ഉള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ സ്നേഹം, ശക്തി അനേകം ജീവിതങ്ങളിൽ അത്ഭുതമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം, മത്തായി 26, 27. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ, എല്ലാ റീത്തുകളിലുമുള്ള കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നൊരു വാക്കാണ് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. വാഴ്ത്തിയെന്ന് അല്ലെങ്കിൽ കൃതജ്ഞതാ സ്തോത്രമെന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് കൃതജ്ഞതാ സ്തോത്രം. വാഴ്ത്തി, നന്ദി പറഞ്ഞു. അപ്പൊ വിശുദ്ധ കുർബാന, യൂക്കരിസ്റ്റ് മീൻസ് താങ്ക്സ് ഗിവിംഗ് ആണ്. വിശുദ്ധ കുർബാന നന്ദി പറയലിന്റെ കൂദാശയാണ്. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. വിശുദ്ധ കുർബാന നന്ദി പറയലിന്റെ കൂദാശയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ എങ്ങനെ വാഴ്ത്തി സ്വീകരിക്കാം, എങ്ങനെ നന്ദി പറഞ്ഞ് സ്വീകരിക്കാം. ഇതാണ് വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, എങ്ങനെ ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കാം. നമുക്കറിയാം, യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അന്ത്യത്താഴം എന്ന് വെച്ചാൽ പെസഹ ഭക്ഷണത്തിലാണ്. പെസഹ ഭക്ഷണം നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 12 അധ്യായം 29 അധ്യായം എല്ലാം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പെസഹ ഭക്ഷണം എന്നാണ് അവര് കഴിച്ചിരുന്നത്. പെസഹ ഭക്ഷണം അവർ കഴിച്ചിരുന്നത് സമാന്തര സുവിശേഷങ്ങൾ അനുസരിച്ച്, മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷം അനുസരിച്ച് പെസഹ ഭക്ഷണം കഴിച്ചിരുന്നത് എന്നായിരിക്കാം യേശു പെസഹ ഭക്ഷണം കഴിച്ചത്. യേശു പെസഹ ഭക്ഷണം കഴിച്ചത് നിസാൻ കലണ്ടർ അനുസരിച്ച് ആ മാസം 14-ാം തീയതി വൈകുന്നേരം എന്ന് വെച്ചാൽ നിസാൻ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് യേശുവിന്റെ കുരിശുമരണം, അല്ലെങ്കിൽ യേശുവിന്റെ കുരിശുമരണം നിസാൻ കലണ്ടർ അനുസരിച്ച് 15-ാം തീയതിയാണ്. അപ്പോ നിസാൻ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം എന്നത് വൈകുന്നേരം, ഇപ്പോഴത്തെ നമ്മുടെ വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകുന്നേരം 6 മണി വരെയാണ് ഒരു ദിവസം നിസാൻ കലണ്ടർ അനുസരിച്ച്. അപ്പോൾ 14-ാം തീയതി എന്ന് വെച്ചാൽ വ്യാഴാഴ്ച 14-ാം തീയതി ആണ്. 14-ാം തീയതി 6 മണിയാകുമ്പോൾ നിസാൻ കലണ്ടർ അനുസരിച്ച് അത് ഉറപ്പായിട്ടും 15-ാം തീയതി ആകും. അപ്പോൾ യേശുവിന്റെ പെസഹ ഭക്ഷണവും യേശുവിന്റെ കുരിശുമരണവും ഒരു ദിവസമാണ്. ശ്രദ്ധിക്കുക, എങ്ങനെ ഒരു ദിവസമായി? പെസഹ ഭക്ഷണം ഒരു ദിവസത്തിന്റെ ആരംഭമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പെസഹ, ഈശോയുടെ ബലിയർപ്പണം, ഈശോയുടെ കാൽവരിയിലെ ബലി, അത് യാഥാർത്ഥ്യമാകുന്നത് 15-ാം തീയതി. അതുകൊണ്ടാണ് 15-ാം തീയതി, പിറ്റേ ദിവസം സാബത്താകും. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസത്തിന്റെ ആരംഭം 24 മണിക്കൂറിനുള്ളിലാണ്. യേശുവിന്റെ പെസഹ ഭക്ഷണവും യേശുവിന്റെ കുരിശുമരണവും തമ്മിലുള്ള ദൈർഘ്യം 24 മണിക്കൂറാണ്. ഒരു ദിവസത്തിന്റെ ദൈർഘ്യമാണുള്ളത്.
അപ്പോ യേശു ശിഷ്യന്മാരോടൊപ്പം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പെസഹ ഭക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. അപ്പൊ അതിയായി ആഗ്രഹിച്ചു. എന്തിനാ അതിയായി ആഗ്രഹിച്ചത്? എന്തൊക്കെയാണ് പെസഹായ്ക്ക് നമുക്ക് യേശു നൽകുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കും. പ്രിയപ്പെട്ടവർ, അതിയായി ആഗ്രഹിച്ചു. അപ്പൊ യേശു പ്രിയപ്പെട്ടവര് ഈ പെസഹ ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഇതാ ഇന്ന് ഈ ദിവസത്തിന്റെ ആരംഭം, ഈ ദിവസം അവസാനിക്കുമ്പോൾ ഈ ലോകം കണ്ടതിൽ ഏറ്റവും ക്രൂരമായ ഒരു മരണം എന്ന് വെച്ചാൽ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഒരാളെ കൊല്ലാൻ ഇത്രയും ദാരുണമായ ഒരു കൊലരീതി, ഒരു കൊലപാതക രീതി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ യേശുവിനറിയാം താൻ കുരിശിൽ വധിക്കപ്പെടും. ഇതറിയാവുന്ന യേശുവാണ് അന്ത്യത്താഴത്തിൽ വന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്ക്. ഒരു സാധാരണ മനുഷ്യൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? നമുക്ക് ആ ഭക്ഷണത്തിലേക്ക് നോക്കാനോ ആ ഭക്ഷണം എടുത്ത് വായിൽ വെക്കാനോ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മളെ മുഴുവനും നമ്മുടെ ജീവിതത്തെ മുഴുവനും ദുഃഖവും നിരാശയും പിടിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വചനം പറയുന്നു, അവൻ എന്താ ചെയ്തത്? അവൻ ശിഷ്യന്മാർക്ക് എങ്ങനെയാ പാനപാത്രം കൊടുത്തത്? ഇതാണ് ഒരു ക്രൈസ്തവൻ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് യേശു ജീവിതത്തിന്റെ പാനപാത്രം നമ്മുടെ കയ്യിൽ വച്ചു തരുന്നത്? യേശു ജീവിതത്തിന്റെ പാനപാത്രം നമ്മുടെ ഓരോരുത്തരുടെയും, ഓരോ ക്രിസ്ത്യാനിയുടെയും കയ്യിൽ യേശു ജീവിതത്തിന്റെ പാനപാത്രം വച്ചു തരുന്നത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ടാണ്, നന്ദി പറഞ്ഞിട്ടാണ്, പിതാവിനെ വാഴ്ത്തിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നന്ദി പറഞ്ഞിട്ടാണ് പാനപാത്രം നമ്മുടെ കയ്യിൽ വച്ചു തരുന്നത്. ഈ പാനപാത്രം നമുക്കറിയാം, ഗെത്സമനിയിൽ ആ പാനപാത്രം നമ്മൾ കണ്ടു. പിതാവെ, കഴിയുമെങ്കിൽ ആ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചവൻ ആ പാനപാത്രത്തെ എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ആ പാനപാത്രത്തെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് ആ പാനപാത്രം ഏൽപ്പിക്കുന്നു, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, മക്കളെ, ജീവിതത്തിന്റെ പാനപാത്രങ്ങളെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് വാഴ്ത്തി സ്വീകരിക്കുവാൻ പഠിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുർബാനയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം. കുർബാനയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവുമായിട്ട് കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോ, കുർബാനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല, കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകില്ല എന്നല്ല, മറിച്ച് കുർബാന പഠിപ്പിക്കുന്നത്, ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ മേൽ കുർബാന കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അഭിഷേകം എന്നത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും വാഴ്ത്തി സ്വീകരിക്കുവാൻ സാധിക്കും എന്നതാണ് കുർബാന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തെ എത്രത്തോളം നന്ദി പറഞ്ഞ് സ്വീകരിക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആ പാനപാത്രം നമുക്ക് തരുന്നത്, നമ്മൾ ഓരോരുത്തരും ആ പാനപാത്രത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് യേശു പറയുകയാണ്, യേശു ഈ പാനപാത്രം നൽകുമ്പോൾ യേശു പറയുക, മക്കളെ, ജീവിതത്തിലെ പാനപാത്രം ഇങ്ങനെ സ്വീകരിക്ക്. നമ്മൾ പരാതി പറഞ്ഞ്, നമ്മൾ കുറ്റപ്പെടുത്തി, നമ്മൾ പ്രിയപ്പെട്ടവരെ പഴി പറഞ്ഞ് ശപിച്ച് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്, ഓർക്കുക, ഒരു പ്രതിസന്ധി ദൈവം അനുവദിക്കുന്നുണ്ട്, അല്ലെ? ഈശോ കുരിശ് സ്വീകരിച്ചത് പിതാവിന്റെ കയ്യിൽ നിന്നാ. ദൈവം അനുവദിക്കുന്നതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി. എന്നാൽ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികളെ പിശാച് ഏറ്റെടുത്തോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു രോഗം, ഇപ്പോ എന്നെ ശ്രമിക്കുന്ന ഒരു വ്യക്തി വലിയൊരു രോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ രോഗത്തെ പിശാച് ഏറ്റെടുത്തതിന്റെ ലക്ഷണം എന്താ? നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നവര്, പഴി പറയുന്നവര്, സ്വയം ശപിക്കുന്നവര്, എപ്പോഴും മനസ്സിൽ ദുഃഖം, നിരാശ. എന്നാൽ എനിക്ക് എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ജീവിതത്തെ വാഴ്ത്താൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല വചനം, അതിന് പറ്റിയൊരു വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വചനം. നമുക്കറിയാവുന്ന ഒരു വചനമാണ്. പ്രഭാഷകൻ 15:9. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അടുത്ത വചനം, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്ന ഒരു വചനമാണ് സ്തോത്രഗീതം പാപിക്ക് ചേരുന്നില്ല എന്ന വചനം. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്തോത്രഗീതം പാപിക്ക് ചേരില്ല. പക്ഷെ അത് കഴിഞ്ഞൊരു വചനം കിടപ്പുണ്ട്. ആ വചനം എങ്ങനെയാണ്? അവൻ എന്ന് വെച്ചാൽ അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്നില്ല. ഇതാണ്
ഈ കുർബാനയിൽ നിന്ന്, യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം എന്താ? യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം എന്താ? യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം മറ്റൊന്നല്ല. യേശുവിൽ നിന്ന് ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തു ശിഷ്യൻ സ്വീകരിക്കേണ്ട പ്രചോദനം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കുക. ഇതാണ് യേശുവിൽ നിന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ സ്വീകരിക്കേണ്ട പ്രചോദനം. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈശോ ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. വലിയ പ്രശ്നത്തിന്റെ മുമ്പിലാണ്. യേശു നന്ദി പറയുക, പിതാവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അപ്പോ ഈ ധ്യാന കേന്ദ്രങ്ങളില്, പ്രിയപ്പെട്ടവരെ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പണ്ട് ചെല്ലുമ്പോൾ